ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയതാണ്. ഇത് ഞാൻ എൻ്റെ പിറന്നാളിൻ്റെ ദിവസത്തിന് മുന്നേ പോയ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ്. ഇപ്പോഴാണ് ഞാൻ അതിന് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിന്ന് പോണത് പാലക്കാട്ടേക്കാണ് കേട്ടോ. ആദ്യം നമ്മൾ മലമ്പുഴ പോകാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ 11 മണിക്ക് ഇറങ്ങിയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പോണ വഴിക്ക് വിചാരിച്ചു എന്നാൽ മലമ്പുഴയ്ക്ക് വരെ നമുക്ക് പാലക്കാട് വരെ പോയിട്ട് വരാമെന്ന്. പിന്നെ നമ്മൾ അങ്ങനെ പോയി. നമ്മുടെ അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ച സമയമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ ആദ്യം ക്രാഫ്റ്റ് ഷോപ്പിൽ പോകണമെന്ന് 2-3 ക്രാഫ്റ്റ് ഷോപ്പ് പോകണമെന്ന് വിചാരിച്ചു. ഞാൻ ഗൂഗിളിൽ കുറേ തപ്പി നോക്കി. പക്ഷേ എനിക്കങ്ങനെ ഒരു ക്രാഫ്റ്റ് ഷോപ്പും അധികം കിട്ടിയില്ല. പിന്നെ ഒരെണ്ണമാണ് കിട്ടിയത്, ഒരു അടുത്തുള്ളത് കിട്ടി. ഇപ്പം ഞാൻ അവിടെ പോയി. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഹെൽമെറ്റ് വെച്ചിട്ടല്ലേ പോകണം. അപ്പോൾ എനിക്കിങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് തല നല്ല വേദന ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കടയിൽ പോയി. എന്നാലും പക്ഷേ കടയിൽ പോയിട്ട് ഞാൻ വിചാരിച്ച സാധനങ്ങൾ അവിടെ പകുതി ഉണ്ടായിരുന്നതുമില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് തലവേദന എല്ലാം കൂടി ആയിട്ട് ഞാനങ്ങനെ, അതായത് ഞാൻ സാധാരണ എപ്പോഴും ക്രാഫ്റ്റ് കടയിൽ പോകുമ്പോൾ അവിടെ പോയിട്ടാണ് ഞാൻ എന്തൊക്കെ വാങ്ങണമെന്ന് വിചാരിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നല്ല തലവേദന ഉള്ളതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ എല്ലാം ഒന്നും നോക്കി വാങ്ങാനൊന്നും പറ്റിയില്ല. എന്നാലും നമ്മൾ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് കുറച്ച് ദൂരം നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് നല്ല കട കാണുകയാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കാപ്പി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അതിന് നമ്മൾ കുറച്ച് ദൂരം നടന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇത്തിരി ദൂരം അങ്ങോട്ട് നടന്നു. ഒരുവിധം കണ്ടോളത്ത് കൂടെയൊക്കെ നമ്മളിങ്ങനെ ഒന്ന് വെറുതെ ചുറ്റി നടന്നു നോക്കി. കുറേ തുണിക്കടകളുണ്ട് കേട്ടോ, നിറയെ കടകളുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടു. അപ്പോൾ നമ്മൾ പിന്നെ എന്തായാലും അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഇതിൽ നടക്കുമ്പോൾ പിന്നെ ആ വഴിയുടെ ലാസ്റ്റ് വരെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ വരെ നടന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി. അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ കാപ്പി ഇല്ലായിരുന്നു. അവർ നമ്മളെ പറ്റിച്ചു. കോഫി ഹൗസിൽ കോഫി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഞെട്ടി. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ചായയും ഒന്നും വാങ്ങിയില്ല. പിന്നെ നമ്മൾ വെജ് കട്ട്ലറ്റും വെജ് ബിരിയാണിയും വാങ്ങി. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല കട്ട്ലറ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും 2-3 ക്രാഫ്റ്റ് ഷോപ്പ് പോകാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ദൂരെയാണ് ക്രാഫ്റ്റ് ഷോപ്പുകളുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ വേണ്ട, എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്മാർട്ട് ബസാറിലൊന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ സ്മാർട്ടിലേക്ക് പോയി. ഞാൻ അവിടെ നിന്നൊരു അമൂൽ കൂളൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ നമ്മൾ അത് കൂടെ ഇങ്ങനെ കുറേ നേരം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കുറേ നേരം നമ്മൾ നടന്നു. പിന്നെ അവിടെ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി.
പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ഗ്ലാസ് ഐറ്റംസ്, ക്രോക്കറി സാധനങ്ങളാണ്. പിന്നെ നമ്മൾ അവിടെയും പോയി. പിന്നെ നമ്മൾ സ്മാർട്ട് ബസാറിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഓഫർ ഉണ്ട്, 50% കുറവുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ അവിടെ എന്താണെന്ന് നോക്കാൻ പോയതാണ്. പിന്നെ അതാ ഇങ്ങനെ ഒരു കുഞ്ഞു കുപ്പി കണ്ടു, അടപ്പൊക്കെ ഉള്ളൊരു കപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് ഞാൻ എടുത്തു. പിന്നെ അമ്മ അരിപ്പ കണ്ടപ്പോൾ അരിപ്പ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നോക്കുകയാണ്. നമുക്ക് ഈ സ്റ്റീലിൻ്റെ എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്, നമുക്ക് ഒട്ടും പ്ലാസ്റ്റിക് ഇഷ്ടമല്ല. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു അരിപ്പ കണ്ടപ്പോൾ അമ്മ അത് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിൽ അത് ഉണ്ട്, പക്ഷെ എന്നാലും അത് കണ്ടപ്പോൾ നമുക്ക് എടുക്കാനൊരാഗ്രഹം. പിന്നെ നമ്മളങ്ങനെ വീണ്ടും എല്ലായിടത്തും കൂടെ ഒന്ന് ചുറ്റി നടന്നു. ഗ്ലാസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം വില കുറവുണ്ട് അതൊക്കെ. നമ്മളങ്ങനെ നടന്ന് പിന്നെ നമ്മൾ ബോട്ടിൽസിൻ്റെ സെക്ഷനിൽ പോയി. അപ്പോൾ ഞാൻ എത്രയോ ഒരു 249 ഒരു കുപ്പിയാണ്. അപ്പോൾ ഞാൻ എടുത്തു നോക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സാധാ കുപ്പി വരില്ല, കനം കുറവാണ് അതിന്. പിന്നെ നമ്മളത് എടുത്തില്ല. പിന്നെ അവിടെ ഒരു കണ്ണാടി കണ്ടപ്പോൾ അവിടുന്ന് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വീണ്ടും സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിട്ട് അവിടെ ഫുട്വെയറും ക്ലോത്ത്സൊക്കെയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോർ കയറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുട്വെയറിന് 50% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് അവരിങ്ങനെ അനൗൺസ്മെൻറ്റ് പോലെ അവിടെ വെക്കുമല്ലോ, അപ്പോൾ അത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് കുറേ ഒരു 2-3 ആഴ്ചയായിട്ട് നമ്മൾ ചെരുപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ അവിടെ പോയി ഒരു ഷൂ എടുത്തു, നല്ല ഷൂ ആയിരുന്നു. പിന്നെ നമ്മൾ ക്ലോത്ത് സെക്ഷനൊക്കെ ഒന്ന് നടന്ന് നോക്കി. പിന്നെ ചിലതിൻ്റെയൊക്കെ വില കണ്ടാൽ നമ്മൾ ഞെട്ടും, അത്രയും വിലയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് സ്റ്റാപ്ലറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ വന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ ബില്ലടിച്ച് പോന്നു. പിന്നെ പോരുന്ന വഴിക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുള്ള പാടങ്ങളും, ചില പാടങ്ങളിലൊന്നും കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തെ കുറച്ച് പാടങ്ങളൊക്കെ കണ്ടു. അപ്പോഴേക്ക് നല്ല ആകാശം, നല്ല ഇരുണ്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്തിരി അങ്ങോട്ട് പോയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഫോണൊക്കെ എടുത്ത് ബാഗിലിട്ടു. പിന്നെ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് പോവുകയാണ് ചെയ്തത്. ഇത്രയും മഴ, നമ്മൾ തൊട്ടടുത്ത് വരെ മഴ ഉണ്ടായില്ല, പക്ഷെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. പിന്നെ അങ്ങനത്തെ കുറേ നെൽകൃഷി പാടങ്ങൾ ഇതൊക്കെ കണ്ടു. എനിക്ക് കാണാനുണ്ടാവുമെന്ന് അറിയില്ല, ആ പാടത്തിൻ്റെ കുറച്ച് അങ്ങടായിട്ട് അതുകൂടെ റെയിൽവേ ലൈനും ഉണ്ട് കേട്ടോ. അത് വീഡിയോയിൽ അത്ര ഇതായിട്ട് കാണാത്തതാണ്. ഞാൻ വരുന്ന സമയത്ത് കൂടെ അതിൽക്കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അത് എടുത്തപ്പോൾ അതിൽ വന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബസ് പോയി. എന്നിട്ട് ഞാൻ പിന്നെ ആ വീഡിയോ ചേർത്തില്ല. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.